റിയാസ് മൗലവിക്ക് അയാളുടെ കുടുംബത്തിന് നീതി നിഷേധിച്ചത് ആരാണ്? അത് വിധിയിലെ വൈകല്യത്തിന്റെ പ്രശ്നമാണോ, അതോ ഭരണകൂടത്തിന്റെ കേസ് നടത്തിപ്പിലെ പ്രശ്നങ്ങളാണോ? ഈ വിഷയം ഒരിക്കൽ കൂടി സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. നമ്മളൊപ്പം ഈ ചർച്ചയിലുള്ളത് അഡ്വക്കേറ്റ് സി ഷുക്കൂർ അഭിഭാഷകൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗിൽ നിന്ന്, അഡ്വക്കേറ്റ് അമീൻ ഹാസൻ എന്നിവരാണ്. ആദ്യം സി മുഹമ്മദ് ഷാ, സർക്കാരിൻ്റെ സമീപന പ്രശ്നം കൊണ്ടാണ്, സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടും വീഴ്ച കൊണ്ടുമാണ് ഈ കേസ് തോറ്റുപോയത് എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലും ഇതിൻ്റെ പ്രോസിക്യൂഷനിലും ലാപ്സസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വ്യക്തമായ ലാപ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ജഡ്ജ്മെൻറ്റിലെ റീസണിങ്സും പലതും അക്സെപ്റ്റബിൾ അല്ല. ഇറ്റ്സ് എ ഡിഫറെൻ്റ് ഇഷ്യൂ. ഉദാഹരണത്തിന്, ഈ ഒരു കല്ല് എറിയുന്നു എന്ന് പറഞ്ഞു, MO4 എന്ന് പറഞ്ഞിട്ട് കല്ലെറിഞ്ഞിട്ട് ഈ രണ്ടാം PW2 ഒരു മൊഴിയുണ്ട്. ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പള്ളിയുടെ ഹത്തീബ് എന്ന് പറയുന്നയാൾ അങ്ങനെ ഒരു കല്ല് എറിഞ്ഞു, രണ്ടാം പ്രതി എറിഞ്ഞു. ആ കല്ലെറിഞ്ഞിട്ട് അത് കൊണ്ടതിൻ്റെ സ്ക്രാച്ചസ്, അത്ര വലിയൊരു കല്ലെറിഞ്ഞാൽ വലിയ ഒരു 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 പൊട്ടലുണ്ടാകുമായിരുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ സ്ക്രാച്ചസേ ഉണ്ടായിട്ടുള്ളൂ എന്നത്, അങ്ങനെ ഒരു കല്ലെറിഞ്ഞിട്ടില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ കോടതി ഒരു റീസണായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അത് കല്ലെറിയുന്നതിൻ്റെ സ്പീഡും എറിഞ്ഞ ആളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്ക്രാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കല്ലെറിഞ്ഞു എന്ന് പറയാം. മറ്റു പല ലുങ്കി താഴേക്കാണ് കിടന്നത്, ലുങ്കിയിലുണ്ടായ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നത്, ആദ്യത്തെ കുത്തിന് ശേഷം ലുങ്കി എടുത്ത് മുകളിലോട്ട് പൊക്കിയാലും അത് സംഭവിക്കാം. അതൊക്കെ ഒരു വളരെ ഫീബിളായ റീസണിങ് ആണ്. അതുകൊണ്ട് കോടതിയിലെ ഫൈൻഡിങ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ലീഗലായിട്ടുള്ള ഒരുപാട് കണ്ടൻഷൻസ് അതിനകത്തുണ്ട്. അതെല്ലാം റിസർവ് ചെയ്തിരിക്കുകയാണ്. ഈ കേസിൻ്റെ ആവശ്യത്തിന് അത് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ, കോടതിയിൽ അത് അജിറ്റേറ്റ് ചെയ്യേണ്ട മാറ്റർ ആയതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പ്രോസിക്യൂഷൻ പോകും, അല്ലെങ്കിൽ വിക്ടിമിന് പോകാം, അവർക്കത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞാൽ, ഈ മോട്ടീവ് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഫൈനൽ റിപ്പോർട്ട്സിൽ കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒന്ന്, RSS ബന്ധം പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുന്നത് ഒന്ന്. രണ്ട്, ഇങ്ങനെ ഈ മുസ്ലിമുകളോട് അദ്ദേഹത്തിന് അവർക്ക് കടുത്ത എതിർപ്പ്, മാനസികമായൊരു ഇൻഡോക്ട്രിനേഷൻ ഉണ്ട്. അതിൻ്റെ പേരിൽ എവിടെ വെച്ചും കൊല്ലാൻ ഉള്ള അല്ല ആക്രമിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ഇൻസിഡൻസ് ഒക്കെ പറയുന്നുണ്ട്. 2-3 ഇൻസിഡൻസ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെയും ഇത്തരം മനോഗതിയോടുകൂടി ചെയ്തതാണെങ്കിൽ ആ ഇൻസിഡൻസിൽ പോലും പ്രോപ്പറായിട്ടുള്ള ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ആളുകളുടെ വീഴ്ചയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പോൾ ആ ഇൻസിഡൻ്റ് ഒക്കെ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 378/2016 പറഞ്ഞ ക്രൈമൊക്കെ വരുന്നുണ്ട്. ആ ക്രൈമിൽ ശരിക്കും 153A പോലത്തുള്ള ഒഫൻസസ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരം തരത്തിലുള്ള ഒഫൻസസ് ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. എന്നാൽ ആ ഒഫൻസിനെ ആ ക്രൈമിനെ റിലേ ചെയ്തുകൊണ്ടാണ് ഇവരുടെ മനോഗതിയെക്കുറിച്ച് പറയുന്നത്. മറ്റു പല ഇൻസിഡൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് കണക്ട് ചെയ്യാനുള്ള പ്രോപ്പർ എവിഡൻസ് കൊടുത്തിട്ടില്ല. 378/2016 എന്ന് പറഞ്ഞ ക്രൈമിൽ ഇത്തരത്തിലുള്ള മനോഗതി ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നില്ല, അല്ല ഇങ്ങനെ ഒരു ഒഫൻസ് തന്നെ അതിനകത്ത് വന്നിട്ടില്ല എന്ന ഫൈൻഡിങ്സിലേക്ക് വരാൻ കാരണം ആ ക്രൈമിലുണ്ടായ ലാപ്സസ് ആണ്. അതുപോലെ തന്നെ ഈ RSS ബന്ധം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സാക്ഷികളെ വെച്ചു. ആ സാക്ഷികളൊക്കെ RSSകാർ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് ഈ RSSകാരായ പ്രതികളെ സംരക്ഷിക്കാനല്ലേ അവർ നിൽക്കുള്ളൂ. അപ്പോൾ അവരൊരിക്കലും അനുകൂലമായൊരു മൊഴി കൊടുക്കാൻ സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് ഇവർ RSSകാരാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള മറ്റ് തെളിവുകളും സാക്ഷികളെയും ഒക്കെ നിരത്തേണ്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ അത് കൊണ്ടുവരേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ഈ മുഖം മൂടി ധരിച്ചിട്ട് റിക്കവറിക്ക് പോയി എന്ന് പറഞ്ഞ ഭാഗത്ത് കോടതി പറഞ്ഞത്, അവർക്ക് മുഖം മൂടി ധരിച്ച് പൂർണ്ണമായി മുഖം മൂടിയിരിക്കുന്ന ഒരാൾ റിക്കവറിക്ക് പോകുമ്പോൾ ഹൗ ക്യാൻ ദേ ലീഡ് ടു ടേക്ക് ദി MO എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് മുഖംമൂടി ധരിച്ചിരുന്നു എന്ന് തന്നെ പറ്റുന്നത്. ഇത്തരമുള്ള ഒരു ബ്രൂട്ടൽ ഹീനിയസ് ക്രൈം ചെയ്ത ആളുകളുടെ മുഖമൊക്കെ മറച്ച് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള തോന്നലുണ്ടൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചില ആളുകൾക്ക് മാത്രം ബാധകമായ കാര്യമാണ്. അപ്പം അതൊക്കെ
പിൻകാലത്ത് പിന്നെ അവരെ പുറത്ത് ലോകത്തുകാരെ കാണിക്കേണ്ട എന്നൊരു പോലീസ് തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ ആ മുഖംമൂടി ധരിച്ചത് ഇപ്പോൾ ഒരു അപകടമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പല വിറ്റ്നസ്സുകളെയൊക്കെ കൊണ്ടുവന്ന വിഷയങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസ് പ്രിപ്പയർ ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ചില സംഗതികളെ കുറിച്ചാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൊരു ഒത്തുകളി ആരോപണം ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ശിക്ഷ? ഇൻവെസ്റ്റിഗേഷന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനിഷ്യൽ പോയിന്റ് മുതൽ ഇത് ആദ്യം ഡേ 1 മുതൽ ഈ കേസ് തുടങ്ങുന്നതിന് മുമ്പ് മുതൽ ഇവിടെ ഒരു വലിയ ഒത്തുകളി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണകൂടം പിന്നെ ഇവിടുത്തെ സംഘപരിവാറുമായി സറണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് കാണുന്ന രീതിയിലാണ് ഈ കേസും ഇതിന് മുമ്പത്തെ കേസും എല്ലാ കേസിലും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കേസുകളും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ ഒരാൾ മരിച്ചിട്ടില്ല എന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്നും പറയാൻ പറ്റുമോ? കൊല്ലപ്പെട്ട് കഴിഞ്ഞു, അവരുടെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു പോയി. ആ കേസിൽ പ്രോപ്പറായൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഞാൻ പറയുന്ന കോടതിക്ക് അത് ബോധ്യപ്പെടുകയാണ്. ഈ കാര്യത്തിൽ കോടതിയുടെ ഫൈൻഡിങ്ങും റീസണിങ്ങും ഒക്കെ എനിക്ക് തർക്കമുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ ചില കാര്യങ്ങളിൽ അത് അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. അത് ആർക്ക് വേണ്ടിയാണ്? നമുക്കിപ്പോൾ ഒരു മറ്റ് പല കേസുകളിലും നമ്മൾ കാണുന്നുണ്ട് അത്രയൊന്നും ഇല്ലാത്ത പല കേസുകളിൽ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ എന്താ പറഞ്ഞ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് വലിയ കൺവിക്ഷൻസ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന കേരള പോലീസിന് പലപ്പോഴും ഈ കേസ് പോലുള്ള കേസുകളിൽ കുറച്ചുകൂടി ഒരു മൃദു സമീപനം പിന്നെ പൂർണ്ണമായിട്ടും പിന്നെ സംഘപരിവാറുകാരോടുണ്ട്. ഈ ഒരു ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നത് പരിശോധിക്കപ്പെട്ടത് തന്നെയാണ്. അതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത്ര ഒരു ബ്രൂട്ടാലിറ്റിക്ക് പോലും തെളിയിക്കാൻ കഴിയാത്ത ഒരു സിസ്റ്റമാണ് ഇവിടെ. ഞാൻ വേറൊരു കേസ് ഞാനിപ്പോൾ ചാവക്കാട് നടന്നൊരു ഇൻസിഡൻറ്റോട് ഇപ്പോൾ വായിക്കായിരുന്നു. അതിനകത്ത് പിന്നെ CPM-കാര് ഒരു മുസ്ലിം ലീഗുകാരനെ കൊന്നു ചാവക്കാട് 2007. അതിൽ വന്ന മുഴുവൻ സാക്ഷികൾ, പോലീസ് കൊടുത്ത മുഴുവൻ സാക്ഷികളും ഹോസ്റ്റലായി. ഈവൻ മഹസ്സർ സാക്ഷി വരെ ഹോസ്റ്റലാക്കിയിട്ട് 5 പേജിൽ അക്വിറ്റലാണ്. മഴ കൊണ്ട് തല അറുത്ത് മാറ്റിയ കേസാണ്. എല്ലാ റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രിവെയിൽ ചെയ്യുന്ന റൂൾ ഓഫ് ലോ എന്താണെന്ന് അറിയില്ല. പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം ഉതകുന്ന തരത്തിലുള്ള ഒരു രീതിയായി മാറുകയാണ്. കാസർകോട്ടെ വർഗീയ സ്വഭാവമുള്ള പ്രകോപനപരമായ ഇത്തരം കൊലപാതകങ്ങൾ ഒന്നല്ല രണ്ടല്ല അതേറെ ഉണ്ട് എന്ന് താങ്കൾ തന്നെ എഴുതിയത് ഞാൻ വായിച്ചു. അപ്പോൾ ഇതിന് ഒരു ലാർജ് സ്കെയിൽ സ്വഭാവമുള്ള ഒന്നാണ്. ഒരു നാടിനെ ആകെ കലാപഭൂമിയാക്കുക, ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള വർഗീയമായ വിരോധം വെച്ചുകൊണ്ട് അവർക്ക് നേരെ നിരന്തരമായ കൊലപാതക ആസൂത്രണങ്ങൾ നടത്തുക, കൊലകൾ നടത്തുക. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതിന് പിന്നിലൊരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തെ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അവരുടെ ഗൂഢാലോചനയുണ്ട്. ആ നിലയ്ക്ക് ഒരു വലിയ സ്റ്റേജിൽ ഈ സംഗതിയെ കാണുന്നതിൽ, ആ നിലയ്ക്ക് ഗൂഢാലോചന സ്ഥാപിക്കുന്നതിൽ, ആ നിലയ്ക്കുള്ള ഗ്രാവിറ്റിയിൽ ഈ കേസിനെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? നിഷാദ്, ഞാൻ ഈ നിഷാദിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ മീഡിയ വണ്ണോട് എൻ്റെ ഒരു വിയോജിപ്പ് പറയുകയാണ്. ഇന്നലെ മീഡിയ വൺ രാത്രി 9 മണിക്ക് നടത്തുന്നൊരു പരിപാടിയുണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ്. അതിൽ നിങ്ങളുടെ എഡിറ്റർ ദാവൂദ് ഇന്നലെ എന്നെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു. ഇന്നും ആ ഷുക്കൂർ വക്കീൽ, അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചയാളാണ്, വക്കീൽ പണി അയാൾ എത്രത്തോളം ഉണ്ടെന്ന് എന്നുള്ളത് ഇന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ദാവൂദുമായിട്ടൊരു ഇൻട്രാക്ഷനോ കേസോ നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ വക്കീൽ പ്രൊഫഷനിൽ ജീവിക്കുന്ന ഒരാളാണ്, എൻ്റെ തൊഴിലാണ്. എൻ്റെ തൊഴിലിനെക്കുറിച്ച് അന്നസറിയായ ഒരു കമൻറ്റ് പറഞ്ഞതിന് എൻ്റെ പ്രതിഷേധവും ശക്തമായി തന്നെ ഞാൻ ഈ വേദി പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. വളരെ ഉചിതമില്ലാത്തൊരു സംഗതിയായിപ്പോയി. ഒരു നിലക്കും ഒരു മീഡിയ വണ്ണിനെ പോലത്തെ ഒരു സ്ഥാപനത്തിൻ്റെ എഡിറ്റർ നിങ്ങൾ ഇരുട്ടുമുറിയിലിരുന്ന് മറ്റുള്ളവരെക്കുറിച്ച് കമൻറ്റ് പറയുന്നത് ഉചിതമല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. വ്യക്തിപരമെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഇതൊരു പൊതുവായ വിഷയമാണ്. ആ വിഷയത്തിൽ താങ്കളൊരു പൊസിഷൻ എടുത്ത് സംസാരിക്കുകയും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലാകെ തന്നെ അതിനകത്ത് വിശദീകരണം നൽകുകയൊക്കെ ചെയ്യുന്നു. ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം പേരാണ്. അതിൽ തന്നെ പ്രധാനിയായി കണ്ടത് താങ്കളെയുമാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നൽകാൻ കഴിയുക എന്നതുകൂടിയാണല്ലോ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം. താങ്കൾ പൊതുവിടത്തിൽ ഒരു പൊതുവായ വിഷയത്തെ എടുത്തുകൊണ്ട് ഒരു ചർച്ച തുടങ്ങി വെക്കുമ്പോൾ അതിന് പ്രതികരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. വ്യക്തിപരമായ ഒരു ആക്രമണം നിലയ്ക്ക് അതിനെ എടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല.
അല്ല, ആ പ്രതികരണം വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമായി എൻ്റെ പ്രൊഫഷണൽ ക്വാളിറ്റിയെക്കുറിച്ചല്ലല്ലോ പറയേണ്ടത്. ഞാൻ ആ കേസിലെ പ്രോസിക്യൂട്ടറല്ല. ഞാൻ ആ കേസിൻ്റെ കൂടെ നടന്ന ഒരാളാണ്. ആ പ്രോസിക്യൂട്ടർ ഞാൻ ആ കേസ് നടത്തിയ ആളല്ല, കേസിൻ്റെ കൂടെ നടന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ മിനിമം ആ കേസിൻ്റെ പ്രോസിക്യൂട്ടർ ആരാണ്, അതിൽ അക്യൂസ്ഡിന് വേണ്ടി ഹാജരാകുന്ന ആളാണ്, പ്രതികൾ ആരാണെന്നുള്ള മിനിമം വിവരമെങ്കിലും ദാവൂദ് എന്ന് പറയുന്ന ആൾക്ക് കമൻറ്റ് പറയുന്ന സമയത്ത് ഉണ്ടാകണമായിരുന്നു. അതെങ്കിലും പഠിച്ചിട്ട് വേണം അയാൾ സംസാരിക്കാൻ. താങ്കൾ പറയുന്ന പൊസിഷനോടുള്ള വിയോജിപ്പ് എന്നല്ല കണ്ടാൽ പോരാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഓക്കെ, ഞാനത് പറഞ്ഞു. എൻ്റെ വിയോജിക്കാൻ അല്ല, വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല, എൻ്റെ വക്കീൽ പണിയെ ആക്ഷേപിക്കാൻ പാടില്ല, എൻ്റെ നിലപാടുകളെ അയാൾക്ക് വിമർശിക്കാം. എൻ്റെ പ്രൊഫഷണലിൻ്റെ ഞാനിപ്പം ആരുടെ പോയിട്ട് എനിക്ക് വക്കീൽ പണി തരണമെന്ന് പറയുന്ന ഒരാളല്ല. പക്ഷേ 27-28 വർഷമായിട്ട് വക്കീൽ പണി എടുക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രൊഫഷനെ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹം വർത്തമാനം പറയാൻ പാടില്ല. അത് ഡിഫോമേറ്ററിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ശരി, താങ്കളെ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ ഷുക്കൂർ. ഓക്കെ, വളരെ ന്യായമായൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. 2018 മുതൽ 2008 മുതൽ 2017 വരെ ഈ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ മാത്രം 6 മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. 14/4/2008 22 വയസ്സുള്ള മുഹമ്മദ് സിനാൻ, ക്രൈം നമ്പർ 292/2008. 18/4/2008 4 ദിവസത്തിന് ശേഷം അതേ സ്ഥലത്തുള്ള മുഹമ്മദ് എന്ന് പറയുന്ന 56 വയസ്സുള്ള ചൂരിയിലുള്ള ഒരാൾ. 2011 റിഷാദ് എന്ന് പറയുന്ന ആൾ. 2013 സാബിത്ത് എന്ന് പറയുന്ന ആൾ. 2014 22 വയസ്സുള്ള സൈനുൽ ആബിദ് എന്ന് പറയുന്ന ആൾ. പിന്നെ 3 കൊല്ലം കഴിഞ്ഞ് 2017 ചൂരിയിൽ തന്നെ റിയാസ് മൗലവി. ഈ 6 പേരിൽ 3 പേര് ചൂരി പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഈ റിയാസ് മൗലവിയുടെ കൊലപാതകം മാത്രമാണ് നിലവിലുള്ള LDF ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത്, പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിലുള്ള സമയത്ത് നടന്നത്. ബാക്കിയുള്ള 3 കൊലപാതകം നടന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ്. ആ 3 കൊലപാതകങ്ങളിലും ആദ്യത്തെ 2 എണ്ണം വിചാരണ നടന്ന് കേസിലെ പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. 2014 കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ ഇനി വിചാരണ ബാക്കിയുള്ളത്. കാസർഗോഡ് നടന്ന ഈ ഒറ്റ ക്രൈമിലും ആ പ്രതികൾ 90 ദിവസത്തിന് അപ്പുറത്ത് ജയിലിൽ കിടന്നിട്ടില്ല. 2014 കേസിൽ ഞാൻ കാസർഗോഡ് ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടറായിരുന്നു, ഷാ ഹൈക്കോടതിയിലെ പ്രോസിക്യൂട്ടറായിരുന്നു. 2014 സൈനുൽ ആബിദീൻ കൊലപാതകത്തിലെ കേസിൽ ജില്ലാ കോടതിയിൽ വളരെ ശക്തമായ നിലപാട് ഞങ്ങൾ എടുത്തു. ആ കേസിലെ പ്രതികളായ RSSകാർക്ക് ജാമ്യം ലഭിക്കാൻ പാടില്ല ഞങ്ങൾ ശക്തമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി അത് റെക്കോർഡ് ചെയ്തു. കസ്റ്റോഡിയൽ ട്രയൽ ആവശ്യമുള്ള കേസാണ്, ജാമ്യം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതിയിലേക്ക് പോയി RSSകാർ. ഹൈക്കോടതിയിൽ വളരെ ഈസിയായി അവർക്ക് ജാമ്യം കിട്ടി. അന്ന് DGP ആയിരുന്ന ആൾ, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ T ആസിഫ് അലി ആയിരുന്നു. ജില്ലാ കോടതി തള്ളിയത് ഹൈക്കോടതിയിൽ അവർക്ക് ഈസിയായി അവൈലബിളായി. എന്നാൽ ഈ റിയാസ് മൗലവിയുടെ കേസ് വന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി 23/3/2017 അവരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 7 വർഷം 7 മാസമായിട്ട് അവർ പലവട്ടം ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ജാമ്യത്തിന് അപേക്ഷയ്ക്ക് ശ്രമിച്ചു. പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടെടുത്തു. ആ വിക്ടിമാക്കപ്പെട്ട മൗലവിയുടെ വീട്ടുകാർ, അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികൾ, ആക്ഷൻ കമ്മിറ്റി ശക്തമായ നിലപാടെടുത്തു. നിരവധി അഭിഭാഷകർ അതിനുവേണ്ടി അവർ ഹൈക്കോടതിയിൽ സമീപിച്ചു. അങ്ങനെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഒരിക്കലും ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞത് ഈ ഷാ തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ നിലപാടിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെന്ന്. വളരെ സന്തോഷം. ഈ ലുങ്കിയുടെ കാര്യത്തിലും കല്ലെറിഞ്ഞ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് നിലപാട് പറഞ്ഞതിൽ വളരെ സന്തോഷം. RSSകാരൻ തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വാദം. RSSൻ്റെ ഈ പ്രതികളുടെ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫ് തന്നെ തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവർ ഡ്രില്ലിൽ പങ്കെടുക്കുന്ന ഫോട്ടോസ് ഹാജരാക്കിയിട്ടുണ്ട്. ആ ഫോട്ടോസ് എല്ലാം മാർക്ക് ചെയ്ത ഡോക്യുമെൻ്റാണ്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരമാണ് അവരുടെ വീഡിയോഗ്രാഫ് എടുത്തത്. അതൊന്നും പ്രതികൾ ഡിനൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. RSS ഒരു ഔദ്യോഗിക സംഘടനയല്ല. ഇപ്പോൾ മുസ്ലിം ലീഗിലോ അല്ലെങ്കിൽ ലോയേഴ്സ് ഫോറത്തിലോ മെമ്പർഷിപ്പ് ഉള്ളതുപോലെ ഒരാൾക്ക് RSSൽ മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. പക്ഷേ RSSകാരാണ് നമ്മൾ തെളിയിക്കുന്ന സാഹചര്യം തെളിവ് കൊണ്ടാണ്. മറ്റു ആരും അവർക്ക് എതിരെ മൊഴി പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ രേഖകൾ വെച്ച് അവൈലബിളായ സെക്കൻഡറി എവിഡൻസും ടെർഷറി എവിഡൻസും വെച്ചാണ് അവർ RSS കാണിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ സഹായിച്ചത്. പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അല്ല അവർ 153 ഉൾപ്പെട്ട ക്രൈമുകൾ നടന്നത്. നേരത്തെ നടന്ന പല സംഗതികൾ ഞാൻ പറഞ്ഞത് 2016 വരെ കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. നമ്മുടെ
പിണറായി ഗവൺമെൻറ് അല്ല. ഈ പറയുന്ന ക്രൈമുകളിലെ 2016 മുമ്പ് സംഭവിച്ചതാണ്. അവരെ 153 പ്രതി എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്ന ക്രൈമൊക്കെ സംഭവിക്കുന്നത് വളരെ നേരത്തെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരാളുടെ മനസ്സിലാണ് മുസ്ലിം വിദ്വേഷം രൂപം കൊള്ളുന്നത്. മനസ്സിലുണ്ടാകുന്ന വിദ്വേഷത്തെ നമുക്ക് പുറത്തു നമ്മൾ ഒരു രേഖയിലേക്ക് മാറ്റുക എന്നത് എളുപ്പമല്ല. മെൻസ്രിയ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ഉദ്ദേശം മുസ്ലിമായ ഒരാളെ കൊല്ലണം എന്നുള്ള കാര്യങ്ങൾ മറ്റ് സാഹചര്യങ്ങൾ വെച്ചേ നമുക്ക് തെളിയിക്കാൻ കഴിയൂ. അത് ഒന്ന് അവരുടെ ജാതി സർട്ടിഫിക്കറ്റാണ്. അവർ ഇന്ന സമുദായത്തിൽ പറഞ്ഞവരാണ്, കൊല്ലപ്പെട്ട ആൾ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളാണ്. ആ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഗവൺമെൻറ് പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ മുഖംമൂടി ധരിച്ചതിനെ കുറിച്ച് ഷാ പറഞ്ഞു. മുഖംമൂടി എന്ന് പറയുന്നത്, മുഖംമൂടി ധരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് പുറത്ത് കാണിച്ചുകൊണ്ടുള്ള മുഖംമൂടിയാണ്. പറയുന്നത് ഒക്കെ വരുന്നുണ്ട്. ഹലോ, കേൾക്കാവോ? യെസ് യെസ് പറയും. മുഖംമൂടി എന്ന് പറയുന്നത് കണ്ണ് പുറത്ത് കാണുന്ന മുഖംമൂടിയാണ്. 27 റിക്കവറിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് മുഖംമൂടി ധരിക്കാൻ കാരണം അറസ്റ്റ് കഴിഞ്ഞ തൊട്ട് ദിവസത്തിലാണ് 27 റിക്കവറി നടക്കുന്നത്. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പരേഡ് നടത്തേണ്ടതുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പരേഡ് നടത്തുന്നതിന് മുമ്പ് അവരെ വെളിപ്പെടുത്തി അവരെ ഫോട്ടോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പരേഡ് ദുർബലാവും. അതുകൊണ്ടാണ് അവരുടെ മുഖം മൂടിയിട്ട് അവരെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കാരണം. ആ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞവരുടെ അവരുടെ ഫോട്ടോ പുറത്തു വരാൻ പാടില്ല എന്ന് അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. അവർ രഹസ്യ സ്വഭാവം സൂക്ഷിക്കൽ. ഈ പള്ളിയിലെ ഖത്തീബ് 2ാം പ്രതിനെ കണ്ടു എന്ന് പറയുന്നതും ആ പ്രദേശത്ത് താമസിക്കുന്ന അമീദ് എന്ന് പറയുന്ന ആൾ ഈ പ്രതിനെ കണ്ടു എന്ന് പറയുന്നതും ഐഡൻറ്റിഫിക്കേഷൻ പരേഡിലാണ് അവർ തിരിച്ചറിയുന്നത്. അത് ഈ 27 റിക്കവറിക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് 27 റിക്കവറിക്ക് കൊണ്ടുവന്ന സമയത്ത് അവർ മുഖംമൂടി ഇട്ടത്. ഈ മുഖംമൂടി ഇടുക എന്ന് പറഞ്ഞാൽ ജഡ്ജ് പറയുന്ന മുഖംമൂടിയും ഷാ പറയുന്ന മുഖംമൂടിയും ഞാൻ പറയുന്ന മുഖംമൂടിയും കണ്ണ് പുറത്തേക്ക് കാണുന്ന മുഖംമൂടിയാണ്. കണ്ണ് കണ്ടിട്ട് അവർക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലാണ്. 27 റിക്കവറിയിൽ അവർ ആനയിച്ച് കൊണ്ടുവന്ന സ്ഥലത്തിനാണ് ആ സാധനം സീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഖംമൂടി ഇട്ട് ദോഷമല്ല. മുഖംമൂടി ഇട്ടത് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പരേഡ് നടക്കുന്നതിന് മുമ്പ് മുഖംമൂടി ഇട്ട് കൊണ്ടുവന്നത് അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ലാർജ് സ്കെയിലിൽ കാസർഗോഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 92 ശേഷമാണ് പല കൊലപാതകങ്ങൾ നടക്കുന്നത്. ബാബരി മസ്ജിദ് ഇഷ്യൂവിന് ശേഷമാണ് വലിയ തോതിൽ അക്രമം നടക്കുന്നത്. പല പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട്. ഈ കാസർഗോഡ് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ 3 ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുന്നുണ്ട്. ഒരൊറ്റ കേസുകളിലും ഈ മുസ്ലിങ്ങൾ പ്രതികളായ കേസുകളിലാകട്ടെ ഹിന്ദുക്കൾ പ്രതികളായ കേസുകളിലാകട്ടെ അന്വേഷണം നടക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. അതിന് കാരണം ഒന്ന്, സാക്ഷികൾ കൂറുമാറും. ഇനി സാക്ഷികൾ കൂറുമാറുമ്പോൾ 4 ഘടകങ്ങളാണ് ഒരു കേസ് പ്രോസിക്യൂഷൻ കേസ് ട്രയൽ കോടതിയിൽ ഹാജരാകുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പരമാവധി പ്രോപ്പറാക്കാൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കും. രണ്ടാമത്തത് പ്രോസിക്യൂട്ടർ നിലപാട്. മൂന്നാമത്തത് അതിൽ സൈറ്റ് ചെയ്ത സാക്ഷികളുടെ നിലപാട്, സാക്ഷികൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. നാലാമത് ജുഡീഷ്യൽ ഓഫീസറുടെ സോഷ്യൽ വ്യൂ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ നമ്മുടെ മുഴുവൻ രേഖകളും സാക്ഷികളും സാക്ഷിമൊഴികളും രേഖകൾ ഹാജരായി കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിയോണ്ട് ഷെയ്ഡ് ഓഫ് റീസണബിൾ ഡൗട്ട് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്താൽ, അദ്ദേഹം ഹ്യൂമൻ ബീങ് ആണ്. ഹ്യൂമൻ എറർ എന്ന് പറയുന്ന സംഗതി ജുഡീഷ്യൽ മൈൻഡിലും ഉണ്ട്, ജഡ്ജ്മെൻറ്റിലും ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ലുങ്കിയെക്കുറിച്ചൊക്കെ പറയുന്നത്, കല്ലിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ഹ്യൂമൻ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അപ്പീൽ കോടതി. അപ്പോൾ ഈ കേസിൽ ഞാൻ ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. എനിക്ക് വലിയ പരിമിതിയുണ്ട് അതിനെക്കുറിച്ച് അപ്പുറത്ത് പറയുന്നതിൽ. അതുകൊണ്ട് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഇതിൽ ഹ്യൂമൻ എറർ സംഭവിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കി തെളിവുകൾ പരിശോധിക്കുന്നതിൽ കോടതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കോടതി പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ്റെ ഹെഡ് ഡോക്ടർ ശ്രീനിവാസനാണ്. ഡോക്ടർ ശ്രീനിവാസൻ എന്ന് പറയുന്നയാൾ കാസർഗോഡ് ജില്ലയിൽ UDF ഭരിക്കുന്ന കാലത്ത് SP ആയിരുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ, നോക്കൂ, ഈ കേസിന്റെ വിധി പ്രസ്താവം പുറത്തു വരുന്നു. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു സംഗതി, ഇപ്പോൾ സൂക്ഷ്മമായ ഒരു പരിശോധനയിൽ ശ്രീ അമീൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മീൻസ് പ്രോസിക്യൂഷൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ വേണമെങ്കിൽ കണ്ടെത്താൻ കഴിയുമായിരിക്കും. പക്ഷെ അതിന് മേലെ വളരെ പ്രകടമായി കാണുന്ന ഒന്ന്, നേരത്തെ ഷുക്കൂർ വക്കീൽ കോടതി ഭാഷയിൽ പറഞ്ഞതുപോലെ ഹ്യൂമൻ എറർ, മാനുഷികമായ പിഴവ് ഈ വിധി പ്രസ്താവത്തിനകത്ത് ആകെ മുഴച്ചു നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? നിഷാദ്, എനിക്കിതിൽ തോന്നുന്നത്, ഒന്നാമതായി ഇതിൽ കോടതി വിധിയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തുടക്കം മുതൽ ഈ കേസിലെ പ്രോസിക്യൂട്ടറും ഷുക്കൂർ വക്കീലും ഒക്കെ തന്നെ മറ്റു പല CPM നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായി പറയാൻ കഴിയുന്ന ആളുകൾ അവർ തന്നെയാണ്. അത് കൃത്യമായി സൂചിപ്പിക്കാൻ, അതെന്താണെന്ന് പറയേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സന്ദർഭം എന്നോ കേരളം കടന്നുപോയി. നമ്മുടെ നാട്ടിൽ
സുപ്രീം കോടതിയിൽ വരെ ന്യായാധിപർ രാഷ്ട്രീയമായി വിധി പറയുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത്. പ്രത്യേകിച്ചും മുസ്ലിം വിരുദ്ധമായ ഇത്തരം വിധി പ്രസ്താവങ്ങൾ നിരന്തരമായി ഉണ്ടാവുക, സംഘപരിവാറിന് അനുകൂലമായ വിധി പ്രസ്താവങ്ങൾ ഉണ്ടാവുക എന്നതാണ് പ്രശ്നമെങ്കിൽ അത് കൃത്യമായി രാഷ്ട്രീയമായി ഉന്നയിക്കാനുള്ള തന്റെ ഇടം ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കാണിക്കണമെന്നാണ് എനിക്ക് അതിൽ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. ഒരു കോടതി വിധി പ്രതികളെ വെറുതെ വിടാൻ തീരുമാനിച്ചതിന് ശേഷം എഴുതപ്പെടുന്ന കോടതി വിധിയാണെങ്കിൽ സ്വാഭാവികമായും ആ കോടതി വിധിയുടെ നെറേറ്റീവ് അങ്ങനെയാണ് ഉണ്ടാവുക. പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം എഴുതപ്പെടുന്ന വിധിയാണെങ്കിൽ അതിനനുസരിച്ചാണ് കോടതി വിധി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു കോടതി വിധി മാത്രം വായിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീർപ്പിലെത്തുക അത്ര എളുപ്പമല്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധക്കേസിലെ കേസ് അന്വേഷണവും കോടതി വിധിയും ഈ കേസിലെ കേസ് അന്വേഷണവും കോടതി വിധിയും എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ ഗൂഢാലോചന എന്ന് പറയുന്ന കേരളത്തിൽ ഈ സ്വഭാവത്തിൽ കേസ് അന്വേഷണം നടത്തി റിവാർഡ് മേടിച്ച ഒരു പോലീസ് സംഘവും ഇല്ല. ആ അർത്ഥത്തിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പോലീസുകാർക്ക് റിവാർഡ് കിട്ടുന്ന തരത്തിൽ സാക്ഷികളെ കൃത്യമായി പ്ലാൻ ചെയ്തു എന്നുപോലും തോന്നാവുന്ന തരത്തിൽ ഗൂഢാലോചനയ്ക്ക് വരെ ഐ വിറ്റ്നസ് ഉള്ള കേസാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മർഡർ കേസ് എന്ന് പറയുന്നത്. ഈ കേസിൽ ഗൂഢാലോചന പരിശോധിക്കുവാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന് ഷുക്കൂർ വക്കീലിന് തുടക്കം മുതൽ ആക്ഷേപമുണ്ടായിരുന്നു. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക്, കേസിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇനി ആവർത്തിച്ചു പോകുന്നില്ല. ഇവിടെ നേരത്തെ തന്നെ അത് സൂചിപ്പിക്കപ്പെട്ടു. അതേസമയം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് മാത്രമുള്ള ഒരു കേസിൽ മോട്ടീവ് പരമപ്രധാനമായിരുന്നു എന്നും അത് പൂർണ്ണാർത്ഥത്തിൽ തെളിയിക്കുന്നതിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുതയാണ്. അതേസമയം അത് അപ്പീൽ കോടതികളൊക്കെ പരിഗണിക്കേണ്ടതാണ് എന്ന നിലക്കുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് കൂടുതലായി ഞാൻ കടന്നു പോകുന്നില്ല. അതേസമയം ഷുക്കൂർ വക്കീലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രീയമാണ്, സ്നേഹപൂർവ്വം വിയോജിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയമായ ഒരു മാറ്റം, ഒരു തമാശ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിലെ ആ ക്യാരക്ടർ പറയുന്നത് പോലെ ഞാനേ കഞ്ചാവ് അടിച്ചിട്ടുള്ളൂ, എന്റെ ഹെൽമെറ്റിലുള്ള ക്യാമറ കഞ്ചാവ് അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഷുക്കൂർ വക്കീലെ രാഷ്ട്രീയം മാറിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകൾ എഴുതപ്പെട്ട രേഖകളായി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കേസിലെ മോട്ടീവായി പോലീസ് പറഞ്ഞിട്ടുള്ളത് വളരെ ദുർബലമായ കാര്യങ്ങളാണ്, യഥാർത്ഥ മോട്ടീവുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് 2017 പറയുന്നത്. ഞാൻ 2019 ജനുവരി 5 ഈ ബഹുമാന്യനായ ഷുക്കൂർ വക്കീലിനെ, അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഷുക്കൂർ വക്കീലിനെ ചെന്ന് കാണുകയും ഇതടക്കമുള്ള കാസർകോട് സംഘപരിവാറിന്റെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട പാറ്റേണുകൾ എന്താണ് എന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖതാവിൽ നിന്നാണ്. അദ്ദേഹമാണ് എനിക്ക് ആ കേസിന്റെ രേഖകൾ മുഴുവൻ തരുന്നത്. അതിനുശേഷമാണ് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് 2019 ജനുവരിയിൽ അദ്ദേഹം പറയുന്നത് ഈ കേസിൽ ഗൂഢാലോചന അന്വേഷിക്കുവാൻ പോലീസ് തയ്യാറായില്ല എന്നാണ്. ആക്ഷൻ കമ്മിറ്റിക്ക് എക്കാലത്തും ഗൂഢാലോചന അന്വേഷിക്കുവാൻ 2017 കേസ് നടക്കുകയും 89 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്ത കേസിൽ 2019 ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്ന പരാതി ഷുക്കൂർ വക്കീലിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സത്യസന്ധമായി ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ആ നിലപാടില്ലായിരിക്കും എന്ന് കരുതി നമുക്കെല്ലാവർക്കും നിലപാട് മാറ്റാൻ പറ്റുമോ? ഈ കേസിൽ ആ തളിപ്പെടുപ്പ്, അദ്ദേഹത്തിന് കൃത്യമായ സ്ഥലത്തിന്റെ പേര് പറയാൻ പറ്റുമായിരിക്കും, താളിപ്പെടുപ്പ് മൈതാനിയിൽ നവീൽ കുമാർ എന്ന് പറയുന്ന RSS ലീഡർ ഒരാഴ്ച മുമ്പ് അതിഭീകരമായ തരത്തിലുള്ള ഒരു വർഗീയ പ്രഭാഷണം നടത്തുകയും ഈ പ്രതികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് പോലീസ് പേരിന് പോലും ആ കാര്യം അന്വേഷിക്കാതിരുന്നു? എന്തുകൊണ്ട് പോലീസ് ആ പ്രേരണാ കുറ്റം, ആ തരത്തിലുള്ള പ്രേരണ ഈ സംഭവത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന സാഹചര്യം പരിശോധിക്കുവാൻ പോലും തയ്യാറായില്ല? ഷുക്കൂർ വക്കീലിനെ തന്നെ 2017 മുഖ്യമന്ത്രിക്കുള്ള പരാതിയിൽ പറയുന്നത് പോലെ സാധാരണ എല്ലാ സംശയങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന, പോലീസിന്റെ എല്ലാ തരത്തിലുള്ള അപസർപ്പക കഥകളും എഴുതപ്പെടുന്ന ഒരു രേഖയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും വളരെ ദുർബലമായി അന്ന് വന്ന പത്രവാർത്തകൾ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ട് പ്രതികൾക്ക് അനുകൂലമായി എന്നാണ്. റിമാൻഡ് റിപ്പോർട്ട് ഇത്രയും ദുർബലമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലീസിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിലെ പോലീസ്, എല്ലാ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സും പ്രോപ്പറായി അന്വേഷിക്കാൻ ശ്രമിക്കും എന്നൊക്കെ വളരെ ലാളിത്യമുള്ള ലളിതമായി നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ നിലനിൽക്കുന്നത്, പ്രത്യേകിച്ചും കാസർഗോഡ്. ഈ ഒരു കേസിൽ മാത്രമല്ല എന്ന് നമുക്കറിയാം, ഫൈസൽ കൊടിഞ്ഞിയുടെ കേസിൽ നേരത്തെ തന്നെ പ്രതികളെ വെറുതെ വിട്ട
തിരൂരിലെയും മലപ്പുറം ജില്ലയിലും അടക്കമുള്ള ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളുടെ കേസുകളിലടക്കം സംഘപരിവാറിനെ സഹായിക്കുന്ന സമീപനം, അത് ഷുക്കൂർ വക്കീൽ പറഞ്ഞത് ശരിയാണ്. അതിന് UDF LDF എന്ന വ്യത്യാസമില്ല. കാസർഗോഡാണെങ്കിലും നിരന്തരമായി ഈ തരത്തിലുള്ള സമീപനം പോലീസ് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും അതിന് മാറ്റമില്ല എന്ന വസ്തുത സത്യസന്ധമായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. പിണറായി വിജയൻ RSSനെ സഹായിക്കാൻ വേണ്ടി സംഘപരിവാറുമായി ഗൂഢാലോചന നടത്തി എന്ന ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ സംഘപരിവാറിനെ സഹായിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തുടക്കം മുതൽ ശ്രമിക്കുകയും ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കുകയും നവീൻ കുമാർ എന്ന് പറയുന്ന RSS ലീഡറിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താതിരിക്കുകയും RSSകാരാണ് എന്ന് തെളിയിക്കുവാൻ സാക്ഷികളായി RSSകാരെ മാത്രം കോടതിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഇതൊന്നും പ്രോസിക്യൂഷന്റെ പരാജയമാണ് എന്ന വാദം എനിക്കില്ല. അതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിനു ശേഷമാണ് പ്രോസിക്യൂട്ടർമാരുടെ ദൌത്യം ഉണ്ടാവുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പോലീസ് നൽകിയ ചാർജ് ഷീറ്റ് അനുസരിച്ചുള്ള അവൈലബിൾ എവിഡൻസ് വെച്ചുള്ള കേസ് നടത്താനേ കഴിയുകയുള്ളൂ. പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ ഒത്തുകളിച്ചു എന്ന് ഈ വിധിന്യായം നോക്കി പറയാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ ജഡ്ജിന്റെ താല്പര്യങ്ങളെയോ ജഡ്ജിന് എന്തെങ്കിലും താല്പര്യങ്ങൾ ഇല്ലെന്നോ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ആ അത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രസക്തമായിരിക്കെ തന്നെ CPMന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം സംഘപരിവാറിന് അനുകൂലമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരെ സഹായിക്കുന്ന പോലീസിനെ വെള്ളപൂശുന്ന ഒരു രാഷ്ട്രീയ സമീപനം നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇത് കേരളത്തിൽ വ്യാപകമായി ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നമ്മുടെ ജൂറിസ്പ്രുഡൻസിൽ, മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് കുറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നത് നമ്മുടെ ജൂറിസ്പ്രുഡൻസിൽ വളരെ ഗൌരവത്തോടുകൂടി വികസിപ്പിച്ചെടുക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഷുക്കൂർ ഇതിനകത്ത് അഡ്വക്കേറ്റ് അമീൻ ഹസൻ. ഒന്നാമത്തേത്, ഈ വിധി സകലമാന തെളിവുകളും മുൻപിലുണ്ടായിരുന്നിട്ടും അത്ഭുതകരമായ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തോട് ആർജവത്തോടെ പറയാൻ സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്ന വളരെ മൗലികമായ ചോദ്യം അവിടെ ഉണ്ട്. നിഷ്കളങ്കരെ, നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇത്തരമൊരു വിധി എന്ന് സുപ്രീം കോടതി വിധിയെക്കുറിച്ച് കൂടി പറയാൻ മടി കാണിച്ചിട്ടില്ലാത്തവർ എന്തുകൊണ്ടാണ് RSSന് ഫേവറബിളായ ഒരു വിധിയെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒന്നാമത്തേത്. രണ്ടാമത്തെ സംഗതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം മതവിഭാഗക്കാരനായ പ്രതി എന്തെങ്കിലും ഒരു എക്സ്ട്രീമിസ്റ്റ് ആക്ടിന് പിടിക്കപ്പെട്ടാൽ അയാൾ കേട്ട മതപ്രഭാഷണ പരമ്പരകൾ ആരുടേതാണ് എന്നതടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെക്കുന്ന, അത് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന ഓഫീസർമാരുള്ള കേരളത്തിൽ നവീൻ കുമാർ എന്ന് പറയുന്ന കർണാടക സ്വദേശിയായ RSS നേതാവിൻ്റെ വളരെ ഹീന സ്വഭാവത്തിലുള്ള, വിഭാഗീയ സ്വഭാവത്തിലുള്ള പ്രസംഗം ഇവരെ പ്രചോദിപ്പിച്ചു എന്നൊന്നും കണ്ടെത്താൻ പോലീസ് തയ്യാറാവുന്നില്ല, എഴുതാനും തയ്യാറാവുന്നില്ല. സത്യത്തിൽ നമ്മുടെ പോലീസിന് ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്നത് കാണുന്നില്ലേ? ശ്രീ അമീൻ എന്ന് പറയുന്ന ആളെ എനിക്ക് നേരിട്ട് കണ്ടുവന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നതിന് ഞാൻ നിഷേധിക്കുന്നില്ല, എനിക്കറിയില്ല. അദ്ദേഹം 2019 എന്നെ കാണാൻ വന്നു എന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് എൻ്റെ ഓർമ്മയിലില്ല, എനിക്ക് റീകറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എനിക്ക് കാണാൻ കഴിയുന്നില്ല, എൻ്റെ മുമ്പിൽ സ്ക്രീനില്ല. പിന്നെയുള്ളത് പോലീസിൻ്റെ ഭാഗത്ത്, ഈ കാസർഗോഡ് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് ചോദിച്ചാൽ, ഈ പോലീസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ആൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ശ്രീനിവാസനാണ്. അദ്ദേഹം സത്യസന്ധനും സമർപ്പണ ബോധവുള്ളയും വിശ്വാസ്യതയുള്ളൊരു ഓഫീസറാണ്. ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം വിശദമായി അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവർ പോയ വഴികളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. നവീൻ കുമാർ കട്ടീലിൻ്റെ പ്രസംഗം അവർ കേട്ടോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ആ ഭാഗത്ത് ഫയൽ എനിക്ക് പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുമില്ല. ഇനി നവീൻ കുമാർ കട്ടീലിൻ്റെ പ്രസംഗം നിഷാദ് കേട്ടോ എന്ന് എനിക്കറിയില്ല, അതിന് വീഡിയോ ക്ലിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ദാവൂദിൻ്റെ നിങ്ങളുടെ ഫോക്കസ് ഔട്ട് ഓഫ് ഫോക്കസിൽ വന്ന വർത്തമാനം കേട്ടപ്പോൾ മനസ്സിലാക്കിയത് അദ്ദേഹം അതിൻ്റെ 2 ആഴ്ച മുമ്പ് അവിടെ വെച്ച് പ്രസംഗിച്ചത് സുഹാസിനെ കൊന്നയാളോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു എന്നാണ്. സുഹാസ് കൊല്ലപ്പെടുന്നത്, അഡ്വക്കേറ്റ് സുഹാസ് ഞങ്ങളുടെ കാസർഗോഡ് ബാറിലെ അഭിഭാഷകനായിരുന്നു, BMS നേതാവായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നത് 2008-ലാണ്. 2008-നും 2016-നും ഇടയിൽ 6 മുസ്ലിങ്ങൾ ആ പ്രദേശത്ത് തന്നെ കൊല്ലപ്പെടുന്നുണ്ട്.
അപ്പം സുഹാസ് 2008 കൊന്നിട്ട് 2017 അതിന് പ്രതികാരം ചെയ്തു നമ്മൾ വിചാരിക്കാൻ കഴിയുമോ നമുക്ക്? എനിക്കറിയില്ല. അതിൻ്റെ ലോജിക്ക് എത്രമാത്രം ഫിക്സ് ആവുമെന്നറിയില്ല. കാരണം 2008 ശേഷം 6 മുസ്ലിങ്ങൾ ആ പ്രദേശത്ത് കൊല്ലപ്പെടുന്നു. ഞാൻ അവരുടെ പേരും ലിസ്റ്റും വായിച്ചു തന്നു. പിന്നെയുള്ള സംഗതി, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗൂഢാലോചന നവീൻ കുമാറുമായി കണക്ട് ചെയ്യുന്ന എന്ത് രേഖകളുണ്ട്, എന്ത് വസ്തുതകളുണ്ട്, അതെങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരള പോലീസ് മറ്റു പല കേസിലും അതിന് വിരുദ്ധമായ സമീപനം കൈക്കൊള്ളുന്നു. അത് തീർച്ചയായും അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമുക്ക് മൗലികമായ സംഗതി ഷുക്കൂർ, ഈ കേസിനകത്ത് പിടിക്കപ്പെട്ട 3 പ്രതികളെ അവരെ ഇതിലെ കുറ്റക്കാരായി ഫിക്സ് ചെയ്യുന്നതിൽ പോലീസ് നന്നായി പണിയെടുത്തു എന്ന് പറയുകയാണ്. അങ്ങനെയല്ലോ നമ്മളതിനെ കണ്ടത്. താങ്കൾ തന്നെ പറയുന്നതനുസരിച്ച് അവിടെ സംഘപരിവാരത്തിന് ഒരു വലിയ വിശാല സ്വഭാവമുള്ള ദീർഘ സ്വഭാവിയായിട്ടുള്ള ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുന്നതിൽ പോലീസ് എന്തെങ്കിലും പണിയെടുത്തോ? ഈ പിടിക്കപ്പെട്ട 3 പേർ ഇതിൽ കുറ്റക്കാരാണ്, അവരെ അങ്ങനെ കണ്ടെത്തി തെളിയിക്കണം എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രസ്ഥാന ബന്ധമുണ്ടെന്ന്, മേൽത്തട്ടാലോചനയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ തെളിയിക്കാൻ കഴിഞ്ഞുള്ളതല്ല. അവിടേക്ക് അന്വേഷണം പോവേണ്ടതുണ്ട് എന്നതിന് പോലീസ് മെനക്കെട്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ കിടക്കുകയാണ്. തീർച്ചയായും മെനക്കെട്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പറയാം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം SP ശ്രീനിവാസൻ വിശദമായ ആ കാര്യം പരിശോധിച്ചിരുന്നു. അദ്ദേഹത്തിന് രേഖകളും തെളിവുകളും കിട്ടിയിട്ടില്ല എന്നാണ് ഞാനും എന്നെ നെല്ലിക്കുന്ന MLAയും ആക്ഷൻ കമ്മിറ്റികളൊക്കെ പലവട്ടം അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. അദ്ദേഹം പറയുന്നത് ആ ഭാഗത്ത് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. മറ്റ് തെളിവുകൾ നമുക്ക് ശേഖരിക്കാനോ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്കതിൽ സംവിധാനമില്ല. പിന്നെ ജഡ്ജിമാരെ കുറിച്ചുള്ള കമൻറ്റ്, ജഡ്ജിമാർ ഇപ്പം ഈ ജഡ്ജിമെൻറ്റിൽ പക്ഷപാതത്വം ഉണ്ടെന്ന് അഡ്വക്കേറ്റ് ഷാവും പറയുന്നുണ്ട്, അദ്ദേഹം നേരത്തെ സംസാരിച്ച അഡ്വക്കേറ്റ് അമീനും പറയുന്നുണ്ട്, അവർക്കതിൽ വിയോജിപ്പില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനത് പരസ്യമായിട്ട് ഏതെങ്കിലും അദ്ദേഹം ഇന്ന പക്ഷത്ത് നിന്നുകൊണ്ട് ജഡ്ജിമെൻ്റ് എഴുതിയത് ആൾ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ എനിക്കില്ല. കാരണം ഞാൻ ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. ഞാൻ നാളെയും ആ കോടതിയിൽ പോകേണ്ടയാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ജഡ്ജിനെ കുറിച്ച് നമ്മളെ അഡ്വക്കേറ്റ്സ് ആക്റ്റും എത്തിക്സൊക്കെ പ്രകാരം നമ്മൾ സംസാരിക്കുന്നതിൽ കൃത്യമായ വേലികളുണ്ട്. ആ വേലികൾക്ക് അകത്ത് നിന്നുകൊണ്ടേ നമുക്ക് പറയാൻ കഴിയൂ. CPM എന്ത് നിലപാടെടുക്കുന്നു, CPM നേതാക്കൾ എന്ത് പറയുന്നു എന്ന് അവരാണ് പറയേണ്ടത്. CPM പറയുന്നതിന് ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അവർ നാളെ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഈ പ്രശ്നത്തിനകത്ത്, ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ കേസിനകത്ത് ഏതെങ്കിലും നിലയ്ക്കുള്ള വീഴ്ച വന്നിട്ടില്ല എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നു എന്നത് മാത്രമല്ല, ശരിയാവണ്ണം അന്വേഷണം എങ്ങനെ പുരോഗമിച്ചു, പ്രോസിക്യൂഷൻ എങ്ങനെ അപ്പിയർ ചെയ്തു എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നു ഗവൺമെന്റ് എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അപ്പലേറ്റ് അതോറിറ്റിയെ സമീപിച്ചുകൊണ്ട് ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട ആളുകളെ ശിക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിലൂടെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഏതെങ്കിലും ഒരു സംഘവുമായി ഒത്തുതീർപ്പിലായിരിക്കുകയാണ് എന്ന് ആരോപിക്കുന്നതിന് ലോജിക്ക് എന്തുമാത്രം ഉണ്ടാവും? ഞാൻ ആ 2 കാര്യങ്ങൾക്ക് ആദ്യം ഒന്ന് മറുപടി പറയട്ടെ. ഈ കേസിൽ മോട്ടീവുമായി ബന്ധപ്പെട്ട്, അതായത് പ്രതികളുടെ മോട്ടീവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന ഒരു ക്രൈം 2016 നടന്ന ഒരു ക്രൈമാണ്. ക്രൈം 378/2016. ആ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത് 8/6/2016 25/5/2016 പിണറായി വിജയൻ രാജ്യത്ത് ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഷുക്കൂർ വക്കീൽ പറഞ്ഞപ്പോൾ UDFന്റെ കാലത്ത് നടന്ന കാര്യമായി അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയതുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിൻ്റെ 14-ാം ദിവസം നടന്ന ക്രൈമാണിത്. ആ ക്രൈമിൽ വ്യക്തമായ പറയുന്ന കാര്യം, ഈ ആളുകളുടെ മൈൻഡ് സെറ്റ്, ഈ പ്രതികളുടെ മൈൻഡ് സെറ്റ് പ്രതിപാദിക്കുന്ന തരത്തിൽ മുസ്ലിം വിരുദ്ധത ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരാണ് എന്ന് വരുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനം കാണിച്ചുകൊണ്ടുള്ള ഒഫൻസ് അതിനകത്ത് ആഡ് ചെയ്യാതിരുന്നത് 25/5/2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന് തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. രണ്ടാമത്തെ വിഷയം 30/3/2017. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷനിൽ കുഴപ്പമില്ല, പ്രോസിക്യൂഷനിൽ കുഴപ്പമില്ല, ജഡ്ജിയുടെ കുഴപ്പം മാത്രമാണ്, അല്ല ജഡ്ജി മുസ്ലിം വിരുദ്ധത കൊണ്ട് ചെയ്തതാണ് എന്ന രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ കൊണ്ടുപോകുന്നതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് റീസണിങ് എനിക്ക് ആക്സെപ്റ്റബിൾ അല്ല. പലതും ആ റീസണബിൾ ആക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് അപ്പീൽ കൊടുക്കണം. അത് ആ കേസിൽ വിക്ടിമിന് നീതി ലഭിക്കണമെന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി പറയുന്ന കാര്യമാണ്. അതങ്ങനെ ചെയ്തേ മതിയാവും. എന്നാൽ 30/3/2017 ഷുക്കൂർ വക്കീലും അതുപോലെ തന്നെ നമ്മുടെ P. കരുണാകരനും മുഖ്യമന്ത്രിയും ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു പരാതി കൊടുത്തിരുന്നു.
ആ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ടിനകത്ത് ഈ പ്രതികളുടെ RSS ബന്ധം മനഃപൂർവ്വം അവരുടെ RSS BJP ബന്ധത്തെ ഒരു പരാമർശം പോലും രേഖകളിൽ ഒരിടത്തും വരാതിരിക്കുവാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധ വെച്ചിട്ടുണ്ട് സാർ. മാത്രമല്ല പ്രതികളാക്കപ്പെട്ടവരുടെ സംഘപരിവാർ ബന്ധം സമർത്ഥമായി മൂടിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പരാതിയുടെ കണ്ടൻസ് ആണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പല ഇൻസിഡൻസും തെറ്റായി എഴുതി ചേർത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇവരുടെ മുസ്ലിം വിരുദ്ധതയല്ല ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചിരിക്കുന്നു. ഇനിയും ഡേറ്റ് ഓഫ് ഇൻസിഡന്റിന് ശേഷം വിത്തിൻ 2 വീക്സിനകത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇൻവെസ്റ്റിഗേഷന്റെ ഗോൾഡൻ അവേഴ്സിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ടോർപ്പിഡോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ പറഞ്ഞ അദ്ദേഹം ഇവരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ തെറ്റായി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ ഇൻവെസ്റ്റിഗേഷൻ ഇവര് RSS പ്രവർത്തകരല്ലാതും അവരുടെ സംഘപരിവാർ ബന്ധം ഇല്ല എന്നും പറയാൻ തീരുമാനിച്ച പോലീസിങ്, ആ പോലീസിങ് ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമാണെന്നായി പറയുന്നത്. അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്നത് ഞാൻ പറഞ്ഞതല്ല. അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഈ 4 ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. പല വിഷയങ്ങളും പറയുന്നുണ്ട്. ഈ അന്വേഷണം ഇതൊക്കെ പറയുന്ന പരാതിയിൽ പറഞ്ഞ കാര്യം. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷനകത്ത് ലാപ്സസ് ഉണ്ടെന്നുള്ളത് എൻ്റെ കേസ് മാത്രമല്ല, അന്നേ അങ്ങനെ ഒരു കേസുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചു കൊടുത്ത റിപ്പോർട്ടിന്റെ ലാപ്സസ് ആണ് പലപ്പോഴും ഇതിന്റെ ട്രയലിൽ ബാധിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എനിക്കതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ട്രയലിലെ കൺക്ലൂഷനിലേക്ക് അറൈവ് ചെയ്തിരിക്കുന്ന റീസണിങ്ങും എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. ഈ പറഞ്ഞ കോടതിയുടെ പല റീസണിങ്സും എനിക്ക് അക്സെപ്റ്റബിൾ ആണ്. വേറൊരു കാര്യം, അത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പീലിലേക്ക് പോകേണ്ട ഒരു മാറ്ററാണ്. അപ്പീലിലെ റീസണിങ് ഈ ജഡ്ജ്മെന്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ ജഡ്ജ്മെന്റിന്റെ ശരി തെറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ഈ ജഡ്ജ്മെന്റ് പൂർണ്ണമായും ശരിയാണെന്നുള്ള വാദം എനിക്കില്ല. ആ ജഡ്ജ്മെന്റിൽ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് തന്നെ പറയും. പക്ഷേ മുഴുവൻ ആളുകളെയും ഒറ്റ പ്രസ്താവനയിൽ വിട്ടുകളയാൻ ആവശ്യമാം വിധം ദുർബലമായിരുന്നില്ല ഈ കേസെന്ന അഭിപ്രായമില്ല താങ്കളും പറയാതെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എററുണ്ട് ഈ വിധിക്കകത്ത്. ശരിയാണ്, ചില ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് വേണമെങ്കിൽ ദുരുപദിഷ്ടം എന്ന് വിളിക്കാൻ കഴിയുന്ന ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന കേസ് തയ്യാറാക്കിയതിലുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ഇങ്ങനെ ഒരു വിധി വരാൻ പാടില്ല എന്ന അഭിപ്രായം അഭിഭാഷകനായ താങ്കൾക്കുണ്ട്. എന്നെക്കൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരനായ ഒരാളും അഭിഭാഷകനായ ഒരാളും ഈ കേസിന്റെ വിധി വന്ന് അപ്പീലിൽ പോകാൻ നിൽക്കുന്ന ഒരു കേസിനകത്ത് ഈ ജഡ്ജ്മെന്റ് വിധി ശരിയാണെന്ന് എന്നെ കൊണ്ട് പറയിക്കാൻ കഴിയില്ല. ഈ വിധി തെറ്റാണ്. ഈ വിധിയിലേക്ക് എത്തിയ കൺക്ലൂഷൻസിന്റെ റീസണിങ് തെറ്റാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന തെളിവുകളും പ്രോപ്പർ അല്ല. ഇതിന്റെ മോട്ടീവ് പ്രൂവ് താങ്കളോട് പേഴ്സണലായി തന്നെ ചോദിക്കാനുള്ളത്, താങ്കൾക്കുണ്ടായിരുന്ന ഈ കേസിനെ കുറിച്ചുള്ള പരാതികൾ അവ പരിഹരിക്കപ്പെട്ടതാണോ? ഞാൻ നേരത്തെ അവർക്ക് RSS ബന്ധമില്ല എന്ന് ആദ്യം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ എക്കോ വരുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു വസ്തുതയാണ്. അതിനുശേഷമാണ് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ ഗൗരവത്തിൽ വേണമെന്നൊരു തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞത്. കാസർഗോഡ് നേരത്തെ പലരും പറയുന്നത് പോലെ പോലീസിൻ്റെ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു, ഒരു റൂട്ടീൻ വർക്ക് നടത്തുന്ന ശീലമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2014 വരെയുള്ള പല കേസുകളിൽ പ്രതികൾ വിട്ടുപോയത്. ഈ കേസിൽ അങ്ങനെ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും ഞങ്ങൾ നൽകിയ നിവേദനം മുഖ്യമന്ത്രി ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അയച്ചത് കൊടുത്തതും അതിൽ ആവശ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചതും. അതുകൊണ്ട് ആ പരിഹാരം ഉണ്ടായി എന്നാണ് അവസാന ഘട്ടത്തിൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം 90 ദിവസത്തിനകത്ത് പ്രോസിക്യൂട്ടറെ നിയമിച്ചു, 153A സാങ്ഷൻ ലഭിച്ചു. അതൊന്നും നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പം നേരത്തെ UDF ഭരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 2011-ന്റെയും 2016-ന്റെ ഇടയിൽ 3 ക്രൈം കാസർഗോഡ് നടന്നിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഇതേ പോലീസ് സ്റ്റേഷനിൽ. ആ ഏതൊക്കെ വകുപ്പുകൾ അട്രാക്ട് ചെയ്യുമായിരുന്നു? UAP എന്തുകൊണ്ട് ഒഴിവാക്കി? റിമാൻഡ് റിപ്പോർട്ടിൽ ഇന്ന പിഴവുകളുണ്ട്, പ്രധാനപ്പെട്ട കോർ ഏരിയയിലേക്ക് അന്വേഷണം പോലെയുള്ള സംഗതികൾ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. അതോ താങ്കൾ നിലപാട് മാറിയതിന്റെ ഭാഗമായി താങ്കൾ അവ മറന്നു കളഞ്ഞു സൗകര്യപൂർവ്വം എന്ന വിമർശനത്തെ എങ്ങനെ എടുക്കുന്നു? അല്ല ഞാൻ മറന്നതല്ല നിഷാദെ. ആ പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുന്നത് ഗൗരവപൂർവ്വം ആയതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത്. ഞാനടക്കമില്ല ആൾക്കാർ ഞാൻ എഴുതി തയ്യാറാക്കിയ പരാതിയാണത്. ആ ഹർജിയിൽ വിശദമായി ഞങ്ങളുടെ ആശങ്കകൾ മുഖ്യമന്ത്രിയോട് അറിയിക്കുന്നുണ്ട്. UAP ബന്ധപ്പെട്ട സംഗതി UAP ആഡ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ അന്നത്തെ നിലപാട്.
പക്ഷേ മുഖ്യമന്ത്രി എടുത്ത സ്റ്റാൻഡ് ഞങ്ങൾ തുറന്നു പറഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെൻറ് UAPA എതിരാണ്. സ്റ്റേറ്റ് ഒരു കേസിൽ UAPA ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ UAPA വേണമെന്ന് പറയാൻ കാരണം ബേർഡൻ ഓഫ് പ്രൂഫിൻ്റെ ഷിഫ്റ്റ് 50 താങ്കൾക്ക് ഡൈജസ്റ്റിംഗ് ആയി തോന്നിയോ ഷുക്കൂർ? മുഖ്യമന്ത്രി ആ പറഞ്ഞ ഡൈജസ്റ്റിംഗ് ആയി തോന്നിയോ? കാരണം നമുക്കറിയാലോ കേരളത്തിൽ സർക്കാർ UAPA ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടില്ല എന്ന് മാത്രമല്ല, UAPA ഇട്ട കേസിൽ ചോദ്യം വന്നപ്പോൾ ചായ കുടിക്കാൻ പോയതിനല്ല, അവന്മാർക്കെതിരെ UAPA ഇട്ടത് എന്ന് തന്റെ സർക്കാർ എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്ന മട്ടിൽ. അല്ല ഞാൻ പറയട്ടെ നിഷാദേ, നിങ്ങൾ മാത്രം പറയല്ലേ. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഉന്നയിച്ച ഇഷ്യൂ പരിഹരിക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രി ഒരു നടക്കാത്ത ന്യായം പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുകയും ആ കേസിൽ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തതല്ലേ? മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ അല്ല മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ UAPA ഇട്ടത് ഇതേ ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ട് 12 കേസുകളിൽ. ഷംസുദ്ദീൻ പാലത്ത് MM അക്ബർ പോലുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ UAPA രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇതേ ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ എടുത്ത കേസും RSSന്റെ കൊലയാളികൾക്കെതിരെ എടുത്ത കേസും UAPA ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ എടുത്ത കേസ് RSSന്റെ കൊലയാളി സംഘത്തിനെതിരെ എടുത്ത കേസ് സമീകരിക്കുകയാണ്. അതിൽ ആകെ ഉള്ളത് മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുന്ന കേസുകളിൽ മാത്രമേ UAPA പറ്റുള്ളൂ എന്നും മറ്റ് കേസ് പാടില്ല എന്നുള്ളത് ഗവൺമെൻറ് പോളിസിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം റിമാൻഡ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഞങ്ങൾ നൽകിയ നിവേദനം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് RSS ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രേഖകൾ അവർ സ്വരൂപിച്ചതും കോടതിയിൽ ഹാജരാക്കിയതും. വീഡിയോഗ്രാഫ്സ് ഹാജരാക്കിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഹാജരാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി. അമീൻ ഹസൻ ഇത് കേൾക്കൂ. അതായത് ചില കാര്യങ്ങൾ പോലീസ് ടീം തയ്യാറായിട്ടുണ്ട്. ശരി അമീൻ ഇത് കേൾക്കൂ. അതായത് ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. അതിന്റെ പിന്നാലെ പോലീസിന്റെ അന്വേഷണത്തിന് വേഗതയും കൃത്യതയും കൂടിയതാണ്. പിന്നെ UAPA കാര്യത്തിൽ അദ്ദേഹത്തിന് വേറെ ചില വിശദീകരണങ്ങളും ഉണ്ട്. അല്ല, ഞാൻ അതിൽ വ്യക്തിപരമായി അദ്ദേഹത്തെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് മാറിയെന്നല്ലാതെ പോലീസിന് വല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? അന്ന് അദ്ദേഹം പോലീസിന്റെ മോട്ടീവായി പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോഴും ചാർജ് ഷീറ്റിൽ മോട്ടീവായിട്ടുണ്ട്. അത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. UAPA കാര്യത്തിൽ കേൾക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്ക് മനസ്സിലാവും സംഘപരിവാറുകാർക്കെതിരെ UAPA എടുക്കാൻ കഴിയില്ല, മാവോയിസ്റ്റുകൾക്കെതിരെ എടുക്കാൻ കഴിയും എന്നാണല്ലോ ആ പറഞ്ഞതിന്റെ മലയാളം. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. അതേസമയം ഇതിൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന അതിശക്തമായ നിലപാടുണ്ടായിരിക്കെ നിരന്തരമായി ആളുകൾ കൂടും. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. താങ്കൾ ഒരുപാട് സമയം പറഞ്ഞല്ലോ. UAPAയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മലയാളം വായിക്കുന്ന എല്ലാ മനുഷ്യർമാർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വ്യക്തിപരമായി ഏതെങ്കിലും കേസിൽ UAPA എടുക്കണമെന്ന് എനിക്ക് നിലപാടില്ല. സംഘപരിവാറുകാർക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ UAPA പ്രകാരം ഒരു കേസെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ആ കാര്യത്തിലേക്ക് ഞാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതേസമയം ഈ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കുക, ഈ കേസിലെ തുടക്കം മുതൽ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നിടത്ത് FIRന്റെ സന്ദർഭത്തിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന തരത്തിലൊക്കെ തന്നെയും ഇതിന്റെ ഗൂഢാലോചന അന്വേഷിച്ചിരുന്നു എങ്കിൽ നന്ന ചുരുങ്ങിയത് ഇതിന്റെ മോട്ടീവെങ്കിലും കൃത്യമായി അടയാളപ്പെടുത്തുവാനും കോടതിയിൽ സമർപ്പിക്കുവാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നവീൻ കുമാറിന്റെ കാര്യം പറഞ്ഞത്. അതുപോലും ഷുക്കൂർ വക്കീൽ ഡിഫെൻഡ് ചെയ്യാണ്. പോലീസിന് അങ്ങനെ ഒരു കേസില്ല, ആ ഭാഗം അന്വേഷിച്ചിട്ടില്ല. കേസ് ഡയറിയിൽ അങ്ങനെ ഒരു ഭാഗം അന്വേഷിച്ചതായി കാണാൻ കഴിയില്ല. അന്ന് വളരെ കൃത്യമായ ആക്ഷേപം ഉയർന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഗൂഢാലോചന അന്വേഷിച്ചിരുന്നു, SP അതൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. എവിടെ? ഔദ്യോഗികമായി എന്ത് രേഖയുള്ള? ഷുക്കൂർ വക്കീലിനോടും ഒരു MLAയോടും സ്വകാര്യമായി പറയേണ്ട കാര്യമാണോ പോലീസ് ഗൂഢാലോചന അന്വേഷിക്കുക എന്നുള്ളത്? ഗൂഢാലോചന അന്വേഷിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെയാണ് ആ അന്വേഷണം ഉണ്ടായിരുന്നത്? ഏതൊക്കെ തരത്തിലാണ് അന്വേഷണം പോയിരുന്നത്? എന്തുകൊണ്ടാണ് ഗൂഢാലോചന ഇല്ല എന്ന കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ എത്തിയത് എന്ന് വിശദീകരിക്കാൻ ഔദ്യോഗികമായി പോലീസിന് ബാധ്യതയില്ലേ? അതിനു പകരം പോലീസ് ഉദ്യോഗസ്ഥർ കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളാണ്. ഇതിലെ പ്രോസിക്യൂട്ടർ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണ്ട എന്ന് കരുതിയിട്ടാണ്, അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയാണോ നമ്മളൊരു കേസിന്റെ പരാജയം ഉണ്ടാവുമ്പോൾ ഇതിൽ ജാമ്യം കൊടുക്കാത്തതിന്റെ എല്ലാ ക്രെഡിറ്റും പിണറായി വിജയനാണ്. എന്നാൽ കേസ് വിട്ടുപോയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വേറെ ആർക്കോ ആണ്. ഇങ്ങനെയല്ലല്ലോ നമ്മളൊരു രാഷ്ട്രീയ പ്രശ്നത്തെ സമീപിക്കേണ്ടത്. കേരളത്തിൽ പോലീസ് എന്ന് പറയുന്നത് സംഘപരിവാറിന് പണയം വെച്ചു കഴിഞ്ഞ ഒരു സംവിധാനമാണ്. അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും. അതുകൊണ്ട് CPMകാരും CPM അനുഭാവികളും ഇരുന്നു കൊണ്ട് പോലീസിനെ ന്യായീകരിക്കുന്നതിലൂടെ റിയാസ് മൗലവിയോട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, അനേകായിരം മനുഷ്യരോട്, അവരുടെ കുടുംബങ്ങളോട്, ഇരകളാക്കപ്പെടുന്ന സമൂഹത്തോട് സംഘപരിവാറിന് അവരെ വേട്ടയാടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയും
അവരെ സഹായിക്കുന്ന പോലീസിനെ ന്യായീകരിക്കുന്ന സമീപനം തുടരുകയുമാണ് ചെയ്യുന്നത്. അത് ബോധപൂർവവും അല്ലാതെയും അങ്ങനെ തുടരുന്നത് ശരിയല്ല, നീതിയല്ല. ഇനി എനിക്ക് ഒരു അപേക്ഷ കൂടി ബഹുമാനപ്പെട്ട സർക്കാരിന്റെ മുന്നിൽ വെക്കാനുള്ളത് ഇത്രമാത്രമാണ്. ധൃതി കൂട്ടി തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മുൻനിർത്തി നാളെ തന്നെ കൊണ്ടുപോയി അപ്പീൽ കൊടുത്തിട്ട് ഉള്ളത് കൂടി ഇല്ലാതാക്കരുത്. അതുകൊണ്ടാണ് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും ഏതെങ്കിലും തരത്തിൽ ന്യായാധിപർ ഈ പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനവരെ സഹായിച്ചത്, ന്യായാധിപരെ സഹായിച്ചത്, കോടതിയുടെ റീസണിങ്ങിനെ സഹായിച്ചത് അന്വേഷണത്തിലെ പാളിച്ചകളാണ് എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ ആരും പറയാതിരിക്കുന്നത് അപ്പീലിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ നാട്ടിൽ റൂൾ ഓഫ് ലോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന പ്രശ്നം ഉണ്ടായിരിക്കെ മുസ്ലിം വിരുദ്ധത കോടതി വിധികളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന വസ്തുതയെ അഭിമുഖീകരിക്കാതെ നിയമപ്രശ്നമായി ഇതിനെ ചുരുക്കിയാൽ ഈ രാജ്യത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണെന്നും ആ രാഷ്ട്രീയ പ്രശ്നത്തെ ആ നിലക്ക് സത്യസന്ധമായി അഭിമുഖീകരിക്കാൻ കോടതികളിൽ നിന്നുണ്ടാകുന്ന മുസ്ലിം മുൻവിധികൾ, മുൻനിർത്തിയുള്ള വിധികൾ, സംഘപരിവാർ അനുകൂല വിധികൾ രാഷ്ട്രീയമായി കൂടി നേരിടാനുള്ള ആർജവവും തന്റെ ഇടവും ജനാധിപത്യം സമൂഹം കാണിക്കുമ്പോഴാണ് കോടതികൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുക, കോടതികൾ ഭരണഘടനാവൽക്കരിക്കപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ പ്രശ്നം കൂടിയാണിത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ്. റിയാസ് മൗലവിയോട് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു കൊടിയ അനീതിയാണ്. അത് റിയാസ് മൗലവിയിൽ ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. ഒരു തെറ്റും ചെയ്യാത്ത അനേകായിരം മനുഷ്യരെ കഴുത്തറുത്ത് കൊല്ലാൻ, മതം മാറാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കത്തിവെക്കാൻ RSSന് കഴിയുന്ന ഒരു സാഹചര്യം ഈ മതേതര കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് മുഴുവൻ മനുഷ്യരെയും ലജ്ജിപ്പിക്കേണ്ടതാണ്. അതിനു പകരം പോലീസിനെ ന്യായീകരിക്കുന്ന പണി അവസാനിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. സത്യത്തിൽ ഷുക്കൂർ നോക്കൂ, ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ പോട്ടെ, ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും പോലീസ് എടുക്കുന്ന നിലപാടുകൾ, നയങ്ങൾ ഇവയെ മുൻനിർത്തിക്കൊണ്ട് പോലീസിനെ പോലൊരു ഫോഴ്സിനെ പൊളിറ്റിക്കലി ഡിഫെൻഡ് ചെയ്യേണ്ട വല്ല കാര്യവും ലെഫ്റ്റിനുണ്ട്, താങ്കൾക്ക് അടക്കമുള്ളവർക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ തുറന്നു പറയാനും അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ട്. ഈ കേസിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് അതോടൊപ്പം കൂടെ നടക്കുന്ന ഒരാളെന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വസ്തുതയാണ്. നിങ്ങൾ ഈ കേസിൻ്റെ നാൾ വഴികളിൽ പോലീസ് എടുത്ത എഫേർട്ട്, ഓരോ എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള ശ്രമം, ഈ കേസിലെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് ഉണ്ടാക്കിയ മികവ്, പ്രത്യേകിച്ച് ആ പോലീസ് നമ്മളിങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് പോലീസിൻ്റെ ഹെഡായിരുന്നയാൾ ഡോക്ടർ ശ്രീനിവാസനാണ്. അദ്ദേഹം വളരെ സത്യസന്ധനും സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഓഫീസറാണ്. നമ്മുടെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചിട്ട് അദ്ദേഹത്തെ പ്രവർത്തിക്കണം നമുക്ക് പറയാൻ കഴിയുമോ? നല്ല മികവുള്ള ഓഫീസറാണ് അദ്ദേഹം. ഹൈദരാബാദിൽ ഇപ്പോൾ പോലീസ് അക്കാദമിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വർക്ക് ചെയ്യാണ്. ഈ കേസിൻ്റെ ആവശ്യത്തിന് വിധി പറയുന്ന ദിവസം അതിനുവേണ്ടി മാത്രം ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹം കാസർഗോഡേക്ക് വന്നിരുന്നു. എത്ര ആകാംക്ഷയോടാണ് അദ്ദേഹം കോടതിയുടെ മുറിയിലിരുന്നത്. കേസിലെ പ്രതികൾ ശിക്ഷിക്കും 100% വിശ്വസിച്ച ആളാണ് അദ്ദേഹം. മികവുറ്റുള്ള IPS ഓഫീസറാണ്. നമ്മൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പലരെക്കുറിച്ച് നമുക്ക് ആക്ഷേപമുണ്ടാവും. പക്ഷേ ഈ കേസിൽ ഹെഡ് ചെയ്തയാൾ ഡോക്ടർ ശ്രീനിവാസനെ വ്യക്തിപരമായി കാസർഗോട്ടുകാർക്ക് അറിയാം. അദ്ദേഹം ആ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത് പ്രതീക്ഷിക്കുന്നേയില്ല. അദ്ദേഹം ഒരു വീട്ടുവീഴ്ചക്കും അദ്ദേഹം തയ്യാറാകുന്ന ആളല്ല. അത് വ്യക്തിപരമായി അറിയുന്നത് കൊണ്ടും ഈ ആക്ഷൻ കമ്മിറ്റിയിലെ മുഴുവൻ ആൾക്കാർ നിരന്തരം അദ്ദേഹമായിട്ട് ഇടപഴകുന്ന ആളാണ്. അവർ കൃത്യമായി അറിയാം അദ്ദേഹം അതിന് വഴങ്ങുന്ന ഒരാളല്ല, ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് നിലകൊള്ളുന്ന ആളല്ല. അതുകൊണ്ടാണ് ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. ശരി, എന്തായാലും ഈ കേസിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ച ഇല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പല കാര്യത്തിലും വീഴ്ച സംഭവിക്കുന്നുണ്ട്. ശരി, എന്തായാലും റിയാസ് മൗലവിക്കും നീതി കിട്ടാൻ ആവശ്യമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു നിഷാദെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒറ്റ കാര്യം പോലീസ് ഈ അദ്ദേഹത്തിന്റെ RSS ബന്ധം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് RSSകാരായ സാക്ഷികളെ പ്ലോട്ട് ചെയ്തെങ്കിൽ അവര് ഒരു കൊലക്കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരാൾക്ക് തൂക്കുകയറ് വരെ കിട്ടാവുന്ന ഒരു കേസിൽ RSSകാരനാണെന്ന് തെളിയിക്കാനായി RSSകാരെയാണോ സാക്ഷിയായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്? അവരിത് RSSകാരനല്ല എന്ന് തെളിയിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഞാൻ ഇത് പറയുന്നത് വേറൊന്നുകൊണ്ടല്ല, അല്ലാതെ RSSന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കാൻ മറ്റു പലതരത്തിലുള്ള തെളിവുകളും കൊണ്ടുവരാൻ സാധിക്കും. വിചിത്ര സ്വഭാവമുള്ള അത്ഭുതം ഉണ്ടാക്കുന്ന വിധിയാണ് ആ വിധിയെക്കുറിച്ച് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്തുമാത്രം പൂർണ്ണമായിരുന്നു, എന്തുമാത്രം ശരിയായ വഴിക്കുള്ളതായിരുന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്.
താങ്ക് യു അഡ്വക്കേറ്റ് ഷുക്കൂർ, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, അഡ്വക്കേറ്റ് ഷായി ചർച്ചയിൽ പങ്കെടുത്തുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞതിനിടവേണ്ട.